ഷെമിയേ, ഷെമിയേ. ക്രിസ്തുവിന്റെ ജനനത്തിനു മുമ്പ് യഹൂദിയയിലെ ഗ്രാമങ്ങളിൽ ആടുകളെ വളർത്തി ജീവിച്ചിരുന്ന ഇടയന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു യുവാവായിരുന്നു ഷെമിയേ. ലോകരക്ഷകനായി അവതരിച്ച യേശുക്രിസ്തുവിന്റെ ജന്മദിനത്തിന്റെ തലേ ദിവസം യഹൂദിയയിലെ ഒരു മലയോര ഗ്രാമത്തിൽ ആടുകളെ മേയ്ക്കുന്ന ഇടയന്മാർ സായാഹ്നത്തിൽ തങ്ങളുടെ കൂടാരത്തിലേക്കുള്ള മടക്കയാത്രയിൽ വഴിയരികിൽ തളർന്നവശനായി മയങ്ങിക്കിടക്കുന്ന സഞ്ചാരിയായ ഒരു വൃദ്ധനെ കാണുന്നു. അവർ ആ വൃദ്ധനെ തങ്ങളുടെ കൂടാരത്തിലെത്തിച്ച് വൃത്തിയാക്കി മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടി ആഹാരവും പാനീയങ്ങളും നൽകി. അത്താഴശേഷം ഇടയന്മാർ ഉറക്കത്തിനായി തയ്യാറെടുത്തപ്പോൾ അവരിലെ ഏറ്റവും പ്രായം കുറഞ്ഞവനായ ഷെമിയേൽ ഉറങ്ങാതെ ആ വൃദ്ധനെ ശുശ്രൂഷിക്കുന്ന ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തു. കൂടാരത്തിലെ എല്ലാവരും ഉറക്കമായി. ഷെമിയേലും ചെറിയ മയക്കം ആരംഭിച്ചു. ആ സമയത്ത് അന്തരീക്ഷത്തിൽ ഒരു സ്വർഗീയ ഗാനം മുഴങ്ങിക്കേട്ടു. സ്വർഗീയഗാനം വാനിൽ മുഴങ്ങി ദൂതസംഘം പാടി ഇമ്മാനുവേൽ മണ്ണിൽ ജാതനായി, ഇമ്മാനുവേൽ മണ്ണിൽ ജാതനായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്യുന്നതങ്ങളിൽ മഹത്വവും ഭൂമിയിൽ മധ്യത്തിൽ സംപ്രീതിയും. ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അത്ഭുതപരവശരായ ഇടയന്മാർ കൂടിയാലോചിക്കുന്നു. അവർ ബേത്ലഹേമിലേക്ക് പോകാനായി തീരുമാനിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പിനായി അവർ ഉള്ളിലേക്ക് പോയി. ഷെമിയേൽ ആകെ ചിന്താക്കുഴപ്പത്തിലായി. ദൈവപുത്രനായ രക്ഷകനെ കാണുവാനുള്ള അസുലഭ ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ രോഗത്താൽ മരണാസന്നനായ അഗതിയെ ശുശ്രൂഷിക്കുക എന്ന കടമയൊരു വശത്ത്, ഉണ്ണിയേശുവിനെ കാണുവാനുള്ള ഭാഗ്യാവസരം മറുവശത്ത്. പക്ഷി ഷെമിയേൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുത്തു. ഉണ്ണിയേശുവിനെ കാണുവാൻ നാളെയാണെങ്കിലും അവസരം ലഭിക്കും. എന്നാൽ താൻ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഈ വൃദ്ധൻ മരിക്കുവാൻ ഇടയാവുകയാണെങ്കിൽ അത് തനിക്ക് ഒരു ശാപമായി മാറുമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. രോഗിയായ ഈ അനാഥനെ പരിപാലിക്കുക എന്ന നന്മ ചെയ്യാം എന്ന് ഷെമിയേൽ തീരുമാനിക്കുന്നു. ബേത്ലഹേമിലേക്ക് പുറപ്പെടുവാൻ എത്തിയ ഇടയന്മാർ യാത്രയ്ക്ക് തയ്യാറാകാതെ നിൽക്കുന്ന ഷെമിയേലിനോട് കാര്യം തിരക്കി. അവൻ തന്റെ തീരുമാനം അവരെ അറിയിച്ചു. കൂട്ടത്തിലെ മുതിർന്നയാൾ അവനോട്, ഈ വൃദ്ധൻ നമ്മുടെ ആരുമല്ല. ഇയാൾ ജീവിച്ചാലും മരിച്ചാലും നമ്മൾക്കൊന്നുമില്ല. എന്നാൽ ദൈവപുത്രനെ കാണുവാനുള്ള അവസരം ഇടയന്മാരിൽ നമ്മൾക്ക് മാത്രമാണ് ലഭിച്ചത്. ഈ അവസരം പാഴാക്കരുത് എന്ന് ഉപദേശിച്ചു. എന്നാൽ തന്റെ തീരുമാനത്തിന് മാറ്റമില്ല എന്ന് പറഞ്ഞ് ഷെമിയേൽ അവരെ നിർബന്ധിച്ച് യാത്രയാക്കി. ഇടയന്മാർ ബേത്ലഹേമിലെ പുൽക്കൂട് ലക്ഷ്യമാക്കി യാത്രയായി. ഷെമിയേൽ വീണ്ടും ആ വൃദ്ധനെ ശുശ്രൂഷിക്കുവാനായി. രോഗിയായ ആ വൃദ്ധനെ ഷെമിയേൽ കണ്ടത് തന്റെ മരിച്ചുപോയ പിതാവിന്റെ രൂപമായിരുന്നു.
ആടുകളുമായി പുൽമേടുകൾ തേടി യാത്ര ചെയ്തിരുന്ന പിതാവ് രോഗിയായി ചികിത്സ ലഭിക്കാതെ യഹൂദിയായിലെ ഒരു മലയിടുക്കിൽ മരിച്ചു കിടക്കുകയായിരുന്നു. ആ വൃദ്ധനെ ശുശ്രൂഷിക്കുന്നതിലൂടെ തന്റെ പിതാവിനോടുള്ള കടമ ചെയ്യുന്നതായാണ് ഷെമീലിന് തോന്നിയത്. ബേത്ലഹേമിലേക്ക് പോയ ഇടയന്മാർ തിരികെ വന്നതിനു ശേഷം അടുത്ത പ്രഭാതത്തിൽ പോയി ഉണ്ണിയേശുവിനെ കാണാമെന്ന് ഷെമീൽ കരുതി. ലോകരക്ഷകനെ കണ്ടു വണങ്ങി കാഴ്ചകൾ അർപ്പിച്ച് ഇടയന്മാർ തങ്ങളുടെ കൂടാരത്തിലേക്ക് മടങ്ങി. മടക്കയാത്രയിൽ ഇടയന്മാർ തങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തെയോർത്ത് യഹോവയെ സ്തുതിച്ചു. നമ്മുടെ ആരുമല്ലാതിരുന്നിട്ടും വഴിയിൽ മരണാസന്നനായി കിടന്ന വൃദ്ധനെ നമ്മൾ പരിചരിച്ചു. അതിന്റെ അനുഗ്രഹമായാണ് നമ്മൾക്ക് ലോകരക്ഷകനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചത്. എന്നാൽ അയാളുടെ പരിചരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പാവം ശമൂവേലിന് ഈ ഭാഗ്യം ലഭിച്ചില്ലല്ലോ എന്ന് അവർ പരസ്പരം പറഞ്ഞ് കൂടാരത്തിലേക്കുള്ള യാത്ര തുടർന്നു. ഈ സമയം കൂടാരത്തിൽ ശമൂവേൽ വൃദ്ധനെ ശുശ്രൂഷിക്കുന്ന ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ചെറിയൊരു മയക്കത്തിലേക്ക് വീണ ശമൂവേൽ വൃദ്ധന്റെ ഞരക്കം കേട്ടുണർന്നു. വൃദ്ധന്റെ രോഗം മൂർച്ഛിച്ച് മരണാസന്നനായെന്ന് മനസ്സിലായ ശമൂവേൽ പരിഭ്രാന്തിയോടെ ശുശ്രൂഷിക്കുകയും ഒപ്പം പ്രാർത്ഥനയുമായി കഴിഞ്ഞെങ്കിലും വൃദ്ധന്റെ ജീവൻ ആ ശരീരം വിട്ടകന്നു. ശമൂവേൽ, നീ ഭയപ്പെടരുത്. നീ കാണുവാൻ ആഗ്രഹിച്ച ഉണ്ണിയേശുവാണ് ഞാൻ. ദൈവപുത്രനെ കാണുവാനുള്ള അസുലഭ ഭാഗ്യം ലഭിച്ചിട്ടും അതിലുപരിയായി അനാഥനും രോഗിയുമായ വൃദ്ധനെ ശുശ്രൂഷിക്കുന്നതാണ് ഭാഗ്യമെന്ന് കരുതിയ നിന്റെ മനസ്സിന്റെ നന്മ ഏറ്റവും മഹനീയമാകുന്നു. സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന തലമുറ നിറഞ്ഞ ലോകത്ത് നിന്നെപ്പോലെ നന്മ നിറഞ്ഞവരുടെ അടുത്താണ് ദൈവപുത്രൻ എത്തുന്നത്. ഞാൻ രോഗിയും അനാഥനുമായി നിങ്ങൾ എല്ലാവരുടെയും അടുത്ത് എത്തി. എന്നാൽ നീയൊഴികെ എല്ലാവരും ഭാഗ്യാനുഗ്രഹം തേടിപ്പോയപ്പോൾ എന്നെ മറന്നു. ശമൂവേൽ, നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ സ്വർഗത്തിന് അവകാശിയാക്കുന്നു. ഏവരും ആഗ്രഹിക്കുന്ന സ്വർഗീയ ജീവിതത്തിനായി നിന്നെ ഞാനിതാ അയക്കുന്നു. ഭൂമിയിൽ നന്മ നിറഞ്ഞവർക്ക് സമാധാനം.